എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ സിപാസ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് NRI കോട്ടയിലേക്ക് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അതായത് താൽക്കാലിക റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാവുന്നതും റാങ്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ, അതായത് ഈ ഓഗസ്റ്റ് 12-ാം തീയതി ഉച്ചയ്ക്ക് 11 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ പരാതികൾ സിപാസിൽ അറിയിക്കാവുന്നതും ആണ്. അപ്പോൾ നിലവിൽ വെബ്സൈറ്റിൽ അതായത് നിങ്ങളുടെ റിസൾട്ട്, അതായത് ഈ ഒരു NRI കോട്ടയിലേക്ക് UG കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പ്രകാരം 14, 19, 21 തീയതികളിലായിട്ടാണ് വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് നടപടികൾ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സ്ക്രീനിലൂടെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ആ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ NRI കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുകയും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നാളെ രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ പരാതികൾ ഈ ഒരു സിപാസിലേക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു പരാതികൾ കൃത്യമായിട്ട് പരിശോധിച്ച് നിങ്ങളുടെ ആ ഒരു മെയിൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള, അതായത് ഈ BSc നഴ്സിംഗ് കോഴ്സല്ല, ചില വിദ്യാർത്ഥികൾക്ക് MLT കോഴ്സിലേക്ക്, അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക് BSc നഴ്സിംഗ് കോഴ്സിലേക്ക് സിപാസിൻ്റെ ആ ഒരു കൗൺസിലിംഗ് മെമ്മോ വന്നിട്ടുണ്ട് എന്നുള്ളത് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല വിദ്യാർത്ഥികളും എനിക്കിപ്പോൾ ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സ് പഠിക്കാനാണ് താല്പര്യം, MLT പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് സിപാസിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ, അതായത് നിലവിൽ നിങ്ങൾക്ക് ഈ ഒരു MLT കോഴ്സിലേക്കാണ് അലോട്ട്മെൻറ്റിനായിട്ട്, അത് കൗൺസിലിങ്ങിൽ പങ്കെടുക്കാനായിട്ട് മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നഴ്സിംഗ് ആണ് പഠിക്കാനായിട്ട് താല്പര്യം, അപ്പോൾ എന്ത് ചെയ്യണം, അതിൽ പങ്കെടുക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ പ്രത്യേകിച്ച് പോകേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു സിപാസിൻ്റെ സെൻട്രൽ കോൺടാക്റ്റ് ചെയ്ത് ആ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. കാരണം അഥവാ നിങ്ങൾക്ക് ഈ ഒരു നഴ്സിംഗിലേക്ക് മാറാൻ പറ്റുമോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 14-ാം തീയതി മുതൽ, അതുപോലെ തന്നെ ഒരു 19-ാം തീയതി, 21-ാം തീയതി എന്നീ തീയതികളിലാണ് വിദ്യാർത്ഥികൾക്ക് കൗൺസിലിങ്ങിൻ്റെ ഫസ്റ്റ് സെഷൻ ആരംഭിക്കുന്നത്. കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡ്മിഷനാണ്. വിദ്യാർത്ഥികളുടെ എല്ലാവിധ ഡോക്യുമെൻസും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അതിൽ കൗൺസിലിങ്ങിൽ പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ വിദ്യാർത്ഥികൾ പ്രത്യേകം വിളിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ്, അതല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ ടൈമിൽ എത്ര രൂപയെങ്കിലും ഫീസ് അടക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ഈ ഒരു സിപാസിൻ്റെ സെൻറ്ററിൽ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ NRI കോട്ടയിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികൾ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ നാളെ രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് സിപാസ് സെൻറ്ററിനെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.